ഇന്ന് പ്രസംഗവും ആരംഭവും എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം. ഒരു തുടക്കം എത്ര പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ അൽഫയും ഓമേഗയും. മറ്റെന്താണ് പറഞ്ഞത്? ഒന്നാമനും ഒടുക്കത്തവനും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ആദിയും അന്തവും ആകുന്നു. ഈ തുടക്കം വളരെ പ്രധാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസത്തിന്റെ ആരംഭം പ്രഭാതമാണെന്നും ഒരു വർഷത്തിന്റെ ആരംഭം ജനുവരി ആണെന്നും ഒരു മാസത്തിന്റെ ആരംഭം ഓരോ മാസത്തിന്റെയും ആദ്യ ദിവസമാണെന്നും നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ആരംഭം എങ്ങനെയായിരിക്കും? 1 എന്നത് സംഖ്യകളുടെ തുടക്കമല്ലേ? തുടക്കം 1 ആണെങ്കിലും അന്ത്യം മഹത്തരമാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ സ്വഭാവം. ഇതു സംബന്ധിച്ച ദൈവവചനം നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഇയ്യോബ് അധ്യായം 8 തിരിയാം. ഇയ്യോബ് 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്കുവേണ്ടി ഉണർന്നുവരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. നിന്റെ പൂർവ്വസ്ഥിതി അതെങ്ങനെ തോന്നും? അല്പമായി തോന്നും. നമ്മുടെ ഭാവിയെക്കുറിച്ചോ? നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇത് നമ്മുടെ സുവിശേഷത്തിന്റെ ഒരു സ്വഭാവമായി കണക്കാക്കാം. തുടക്കം എപ്പോഴും എളിമയുള്ളതാണ്. ഏതുതരം ജോലിയായാലും അത് 1-ൽ നിന്ന് ആരംഭിക്കുന്നു. പക്ഷേ താമസിയാതെ 2, 3, 5, 8 അങ്ങനെ പലതുമായി മാറുന്നു. ഈ വിധത്തിൽ നമ്മുടെ സുവിശേഷം 5 സമുദ്രങ്ങളിലും 6 ഭൂഖണ്ഡങ്ങളിലും വ്യാപിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ഭൂഖണ്ഡങ്ങളിലെല്ലാം ദൈവത്തിന്റെ സീയോൺ സ്ഥാപിക്കപ്പെടുന്നതിനും വേണ്ടി ദൈവം നമുക്ക് അവിടുത്തെ വിലയേറിയ കൃപയും അനുഗ്രഹങ്ങളും നൽകി. മനുഷ്യരക്ഷയ്ക്കുള്ള ദൈവവേലയ്ക്കും ഒരു തുടക്കമുണ്ടായിരുന്നില്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടക്കമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആരംഭിച്ചപ്പോൾ തന്നെ പിന്നീട് നിറവേറ്റാനുള്ള രക്ഷയുടെ മഹത്തായ പദ്ധതി ദൈവം വിഭാവനം ചെയ്തു. സകല മനുഷ്യർക്കും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും സിയോനിലെ പ്രിയ സഹോദരങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് തങ്ങളുടെ നിത്യസ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്ന പ്രത്യാശ നിങ്ങൾക്കുമില്ലേ? ഇത് നമ്മുടെയെല്ലാം മനസ്സാണ്.